ഫുട്ബോളിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായ വെയിൻ റൂണി ലിവർപൂളിലെ ക്രോക്സിറ്റ് എന്ന സാധാരണക്കാരായ ആളുകൾ ജീവിച്ചിരുന്ന ഒരു തെരുവിൽ നിന്നും ആരംഭിച്ച് ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. വെറും ഒരു ഫുട്ബോൾ കളിക്കാരൻ എന്നതിലുപരി പോരാട്ട വീര്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും അസാമാന്യമായ പ്രതിഭയുടെ ഒരുപക്ഷെ ചിലപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തിന്റെയും ഒരു പ്രതീകമായി റൂണി ഇന്നും ഫുട്ബോൾ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നു. ലിവർപൂളിന്റെ വടക്കുകിഴക്ക് ഭാഗത്തുള്ള ക്രോക്സ്റ്റേറ്റ് എന്ന തൊഴിലാളി വർഗ പ്രദേശത്ത് 3 മക്കളിൽ മൂത്തവനായിട്ടായിരുന്നു വെയിൻ റൂണിയുടെ ജനനം. ദാരിദ്ര്യമില്ലായിരുന്നെങ്കിലും ആഡംബരങ്ങൾക്ക് ഇടമില്ലാത്ത ഒരു സാധാരണ ജീവിതമായിരുന്നു അവർക്ക്. വീടിനടുത്തുള്ള തെരുവുകളിലും പാർക്കുകളിലും പന്ത് തട്ടി റൂണി വളർന്നു. അദ്ദേഹത്തിന് ഫുട്ബോളിനോട് തോന്നിയ അഭിനിവേശം വെറും ഒരു ഇഷ്ടമായിരുന്നില്ല, അതൊരു അടങ്ങാത്ത ദാഹമായിരുന്നു. ലിവർപൂൾ നഗരത്തിന്റെ ഹൃദയത്തുടിപ്പായ ഫുട്ബോൾ റൂണിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. എവർട്ടൺ ഫുട്ബോൾ ക്ലബിന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു റൂണി. എപ്പോഴും നീല ജേഴ്സിയിൽ കളിക്കണമെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്നു. 9 വയസ്സിൽ എവർട്ടൺ യൂത്ത് അക്കാദമിയിൽ ചേർന്നതോടെയാണ് റൂണിയുടെ ഫുട്ബോൾ ജീവിതത്തിലെ വഴിത്തിരിവ്. അവിടെ തന്റെ പ്രായത്തിനപ്പുറമുള്ള കഴിവും ശാരീരികക്ഷമതയും റൂണി പ്രകടിപ്പിച്ചു. യൂത്ത് മത്സരങ്ങളിൽ ഗോൾ വാരിക്കൂട്ടിയ റൂണി പരിശീലകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തിലും ഓരോ കിക്കിലും പന്തിനോടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം പ്രകടമായിരുന്നു. എതിരാളികളെ കബളിപ്പിക്കാനുള്ള വൈഭവവും ബോക്സിനുള്ളിൽ സ്ഥാനം കണ്ടെത്താനുള്ള കഴിവും പന്തിനെ വലയത്തിലെത്തിക്കാനുള്ള കൃത്യതയും റൂണിയെ വ്യത്യസ്തനാക്കി. 2002 ഓഗസ്റ്റ് 17 വെറും 16 വയസ്സും 305 ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ടോട്ടൻഹാമിനെതിരെ എവർട്ടണിന് വേണ്ടി റൂണി പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിച്ചു. ഫുട്ബോൾ ലോകം ഒരു പുതിയ പേര് കേൾക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിനകം കാത്തിരിക്കേണ്ടി വന്നില്ല. അതേ വർഷം ഒക്ടോബർ 19 അന്ന് അപരാജിതരായിരുന്ന ആഴ്സണലിനെതിരെ റൂണി നേടിയ ആ അവിശ്വസനീയമായ ഗോൾ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചു. അവസാന നിമിഷങ്ങളിൽ ആഴ്സണൽ പ്രതിരോധത്തെ കബളിപ്പിച്ച് ബോക്സിന് പുറത്തുനിന്നും തൊടുത്ത ആ തകർപ്പൻ ഷോട്ട് വലകുലക്കി. ആ ഗോൾ നേടിയ ശേഷം കമന്റേറ്റർ ജോൺ മോട്ട്സൺ അവിസ്മരണീയമായ ആ വാക്കുകൾ ഉച്ചത്തിൽ പറഞ്ഞു: റിമെമ്പർ ദ നെയിം വെയ്നെ റൂണി. ആ ഗോളിലൂടെ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി റൂണി മാറി. ആ ഗോൾ വെറും ഒരു റെക്കോർഡ് മാത്രമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനമായിരുന്നു. ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ഒരു കൗമാരക്കാരൻ ലോക ഫുട്ബോളിൽ തന്റേതായ ഇടം കണ്ടെത്താൻ ഉറച്ചുറച്ച് വരികയാണെന്ന് ആ ഗോൾ വിളിച്ചു പറഞ്ഞു. അടുത്ത 2 വർഷം എവർട്ടണിൽ റൂണി തന്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ വേഗതയും കരുത്തും ഗോൾ സ്കോറിംഗ് കഴിവും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുടെ ശ്രദ്ധയാകർഷിച്ചു. 2004 27 മില്യൺ പൗണ്ട് എന്ന വലിയ തുകയ്ക്കും റൂണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറി. അത് അന്നത്തെ കൗമാര താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയായിരുന്നു. സർ അലക്സ് ഫെർഗൂസനെ പോലൊരു ഇതിഹാസ പരിശീലകന്റെ കീഴിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, റയാൻ ഗിഗ്സ്, പോൾ സ്കോൾസ്, റോയി കീൻ തുടങ്ങിയ ലോകോത്തര താരങ്ങൾക്കൊപ്പം കളിക്കാൻ ലഭിച്ച അവസരം റൂണിയുടെ കരിയറിൽ ഒരു വലിയ വഴിത്തിരിവായി. ചാമ്പ്യൻസ് ലീഗിൽ ഫെനർബാഷയ്ക്കെതിരെ ഹാട്രിക് നേടിയ റൂണി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ നായകനായി അതിവേഗം മാറി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റൂണി ഒരു പുതിയ തലത്തിലേക്ക് ഉയർന്നു. ആക്രമണോത്സുകമായ കളിശൈലി, ഗോൾ നേടാനുള്ള അടങ്ങാത്ത ദാഹം, ടീമിനു വേണ്ടി ഏത് പൊസിഷനിലും കളിക്കാനുള്ള സന്നദ്ധത എന്നിവ അദ്ദേഹത്തെ ഓൾഡ് ട്രാഫോർഡിലെ ആരാധകരുടെ പ്രിയങ്കരനാക്കി. ഒരു സെക്കൻഡ് സ്ട്രൈക്കറായും വിങ്ങറായും മധ്യനിരയിലും ചിലപ്പോൾ സെൻട്രൽ ഫോർവേഡായും റൂണി ഒരുപോലെ തിളങ്ങി. അദ്ദേഹത്തിന്റെ പ്രതിരോധപരമായ സംഭാവനകളും എടുത്തു പറയേണ്ടതാണ്. പ്രതിരോധിക്കാൻ താഴോട്ടിറങ്ങി വരുന്ന അദ്ദേഹത്തിന്റെ ശീലം ടീമിന് വലിയ മുതൽക്കൂട്ടായി. 5 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 2008 യുവേഫ ചാമ്പ്യൻസ് ലീഗ്, ഒരു ഫിഫ ക്ലബ് ലോകകപ്പ് തുടങ്ങിയ നിരവധി കിരീടങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പം റൂണി സ്വന്തമാക്കി. ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി റൂണി ഉണ്ടാക്കിയ കൂട്ടുകെട്ട് ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും മാരകമായ ഒന്നായിരുന്നു. റൊണാൾഡോയുടെ തകർപ്പൻ പ്രകടനങ്ങൾക്ക് പലപ്പോഴും വഴിയൊരുക്കിയത് റൂണിയുടെ നിസ്വാർത്ഥമായ കളിയായിരുന്നു. പ്രതിരോധം തകർത്ത അവസരങ്ങൾ ഒരുക്കി റൊണാൾഡോയ്ക്ക് മികച്ച പൊസിഷനുകൾ കണ്ടെത്താൻ സഹായിച്ചുകൊണ്ടുള്ള റൂണിയുടെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. 2017 സർ ബോബി ചാൾട്ടന്റെ 249 ഗോളുകൾ എന്ന റെക്കോർഡ് തകർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററായി റൂണി മാറി. ഇത് അദ്ദേഹത്തിന്റെ സ്ഥിരതയുടെയും ഫിനിഷിംഗ് മികവിന്റെയും വർഷങ്ങളോളം ക്ലബിനോട് പുലർത്തിയ പ്രതിബദ്ധതയുടെയും തെളിവാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോടൊപ്പം തിളങ്ങുമ്പോൾ തന്നെ ഇംഗ്ലണ്ട് ദേശീയ ടീമിലും റൂണി ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറി. 2003 വെറും 17-ാം വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിനായി അരങ്ങേറ്റം കുറിച്ചു. യൂറോ 2004 റൂണി കാഴ്ചവെച്ച പ്രകടനം ലോകത്തെ അമ്പരപ്പിച്ചു. 4 ഗോളുകൾ നേടിയ അദ്ദേഹം ടൂർണമെന്റിലെ മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കൗമാരക്കാരന്റെ ശരീരത്തിൽ ഒതുങ്ങാത്ത പോരാട്ട വീര്യവും ഗോളടിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററായി റൂണി മാറി.
ഇതിഹാസ താരം ബോബി ചാൾട്ടന്റെ റെക്കോർഡ് മറികടന്നു. എന്നിരുന്നാലും ദേശീയ ടീമിനൊപ്പമുള്ള റൂണിയുടെ യാത്ര എല്ലായ്പ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. വലിയ ടൂർണമെന്റുകളിൽ ടീമിന്റെ ചുമതല അദ്ദേഹത്തിന്റെ ചുമലിൽ വരും. ലോകകപ്പുകളിലും യൂറോ കപ്പുകളിലും ഇംഗ്ലണ്ടിന് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഓരോ തവണയും റൂണി തന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ശ്രമിച്ചു. രാജ്യത്തിനായി എപ്പോഴും തന്റെ 100% സമർപ്പണം നൽകി. ക്യാപ്റ്റന്റെ ആം ബാൻഡ് അണിഞ്ഞപ്പോൾ മൈതാനത്തിനകത്തും പുറത്തും സഹകളിക്കാർക്ക് വഴികാട്ടിയായി. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ടീമിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ 13 വർഷത്തെ ഐതിഹാസിക കരിയറിന് ശേഷം 2017 തന്റെ പഴയ ക്ലബ്ബായ എവർട്ടണിലേക്ക് റൂണി മടങ്ങിയെത്തി. അവിടെയും അദ്ദേഹം തന്റെ പ്രതിഭ തെളിയിച്ചു. ടീമിന്റെ മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. 2018 അമേരിക്കൻ മേജർ ലീഗ് സോക്കറിൽ DC യുണൈറ്റഡിനായും റൂണി കളിച്ചു. MLS-ലും റൂണി തന്റെ ക്ലാസ് കാണിച്ചു. പലപ്പോഴും ഒറ്റയ്ക്ക് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. മധ്യനിരയിലേക്ക് മാറി കളിച്ചപ്പോഴും മനോഹരമായ പാസുകളിലൂടെയും കളി നിയന്ത്രിച്ചു. അദ്ദേഹം തന്റെ ഫുട്ബോൾ ബുദ്ധി തെളിയിച്ചു. കളിക്കളത്തിലെ റൂണിയുടെ പ്രസൻസ്, അദ്ദേഹത്തിന്റെ നേതൃത്വ ഗുണം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ് എന്നിവ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ പരുക്കുകൾ പലപ്പോഴും വില്ലനായി എത്തിയിട്ടുമുണ്ട്. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് ഓരോ തവണയും കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ റൂണിക്ക് സാധിച്ചു. കളിക്കളത്തിൽ നിന്ന് വിരമിച്ച ശേഷം വെയിൻ റൂണി പരിശീലകന്റെ റോളിലേക്ക് തിരിഞ്ഞു. ഇംഗ്ലീഷ് ക്ലബ്ബുകളായ ഡെർബി കൗണ്ടി, ബർമിംഗ്ഹാം സിറ്റി കൂടാതെ അമേരിക്കൻ ക്ലബ്ബായ DC യുണൈറ്റഡ് എന്നിവയെ അദ്ദേഹം പരിശീലിപ്പിച്ചു. നിലവിൽ പ്ലിമൌത്ത് ആർഗൈലിന്റെ പരിശീലകനാണ്. കളിക്കാരൻ എന്ന നിലയിൽ താൻ നേടിയെടുത്ത അനുഭവ സമ്പത്ത് പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകാനും തന്റെ തന്ത്രപരമായ കഴിവുകൾ പ്രയോജനപ്പെടുത്താനും റൂണി ശ്രമിക്കുകയാണ്. കളിക്കളത്തിൽ കണ്ട അതേ തീവ്രതയും ആവേശവും പരിശീലകന്റെ റോളിലും റൂണി പ്രകടിപ്പിക്കുന്നുണ്ട്. വെയിൻ റൂണി വെറും ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു വികാരമായിരുന്നു. ഒരു ഫുട്ബോൾ തലമുറയുടെ ആവേശമായിരുന്നു. ലിവർപൂളിലെ സാധാരണ തെരുവുകളിൽ നിന്നും ആരംഭിച്ച് ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ റൂണിയുടെ ജീവിതം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഏതൊരാൾക്കും പ്രചോദനമാണ്. പ്രതിഭയും കഠിനാധ്വാനവും പോരാട്ട വീര്യവും ഒത്തുചേരുമ്പോൾ എന്തൊക്കെ നേടാൻ കഴിയുമെന്ന് റൂണി തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അദ്ദേഹത്തിന്റെ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും താൻ കളിച്ച ഓരോ നിമിഷത്തിലും നൽകിയ 100% സമർപ്പണവും വെയിൻ റൂണിയെ ഒരു യഥാർത്ഥ കായിക ഇതിഹാസമാക്കി മാറ്റി. ഓരോ ഗോൾ നേടുമ്പോഴും, ഓരോ അസിസ്റ്റ് നൽകുമ്പോഴും, ഓരോ ടാക്കിൾ ചെയ്യുമ്പോഴും റൂണി തന്റെ മുഴുവൻ ആത്മാവും മൈതാനത്ത് അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ പോരാട്ട വീര്യം എന്നും ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ഒരു ഉജ്ജ്വല ഓർമ്മയായി നിലനിൽക്കും. വെയിൻ റൂണിയുടെ കഥ ഫുട്ബോൾ ചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം തന്നെയാണ്.